Repeated question for ASM exam. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്ന്. ആൻസർ 2012 നവംബർ 1. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സി വിജിൽ. ആന്റി സ്റ്റെറിലിറ്റി ജീവകം ഇ. നാലാമത്തെ ക്വസ്റ്റ്യൻ പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? PJ ആന്റണി. ആറാമത്തെ ക്വസ്റ്റ്യൻ ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? ആൻസർ വരൾച്ച. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരി. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചത് അയ്യത്താൻ ഗോപാലൻ. ഇന്ത്യക്ക് സ്വയംഭരണം എന്ന ആശയം ബ്രിട്ടനിൽ പ്രചരിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൗത്യത്തിലെ ഏക മലയാളി മഞ്ചേരി രാമയ്യർ. കേരള നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നത് TK മാധവൻ. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 32. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കറുപ്പൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. സന്യാസി കലാപം നടന്നത് ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? നെപ്പോളിയൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? RBI. 20 പരിപാടി കൊണ്ടുവന്നതാര്? ഇന്ദിരാഗാന്ധി. 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ആർട്ടിക്കിൾ 40. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? NW3. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത്? 1917. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? വെല്ലസ്ലി. ട്രിറ്റിക്കം ഈസ്റ്റിവം എന്തിന്റെ ശാസ്ത്രനാമമാണ്? ഗോതമ്പ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലൂടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1994 ഏപ്രിൽ 23. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എലീസ ടെസ്റ്റ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? നിക്രോം. എക്കണോമിക്സ് എന്ന പദം ആദ്യമായി മുന്നോട്ട് വെച്ചത് അരിസ്റ്റോട്ടിൽ. ലോകത്തിൽ ആദ്യമായി ആസൂത്രണം നടപ്പിലാക്കിയ രാജ്യം റഷ്യ. കുടുംബാസൂത്രണത്തിന്റെ ഉപജ്ഞാതാവ് RD കാർവേ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ മാർഗദർശി അല്ലെങ്കിൽ വഴികാട്ടി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിലെ ആദ്യ വിശപ്പ് രഹിത നഗരം കോഴിക്കോട്. കേരളത്തിന്റെ GST സ്റ്റേറ്റ് കോഡ് എത്രയാണ്? 32. സഹിതം എന്നതിന്റെ വിപരീത പദം രഹിതം. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിനമേത്?
കറുത്ത മണ്ണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥാപിതമായ വർഷം ഏത്? 1988. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി? ഡോക്ടർ KN രാജ്. ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്നത് 2025 ജനുവരി 27. 2025 ദേശീയ ഗെയിംസിൽ 200 മീറ്റർ നീന്തലിൽ സ്വർണം നേടിയ മലയാളി? ഹർഷിത ജയറാം. ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി? ടിപ്പു സുൽത്താൻ. മാഗ്ന കാർട്ട ഒപ്പുവച്ച രാജാവ്? ജോൺ രാജാവ്. മാവോ സേതുങ്ങിന് ശേഷം ചൈനയിലെ ഏറ്റവും ശക്തമായ ഭരണാധികാരി? സൻ യാട്സൻ. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം? 1789. ഫാസിസത്തിന്റെ വക്താവ്? മുസോളിനി. ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിന് വേണ്ടി വന്ന കാലയളവ്? 2 വർഷം 11 മാസം 17 ദിവസം. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കരം. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത്? സർദാർ KM പണിക്കർ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? 2015 ജനുവരി 1. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം? ഫിലിപ്പൈൻസ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷം? 4 വർഷം. പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? 2012. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? 1993 ഒക്ടോബർ 12. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? VP മേനോൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നത്? സോഷ്യൽ കോൺട്രാക്ട്. പെനിസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യയിലെ നദി? മാഹി. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം? ഗോതമ്പ്. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. ഇന്ത്യയുടെ 52ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്? BR ഗവായി. റാണി ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം? ഹിമാനികളുടെ സംരക്ഷണം. 59ാമത് ജ്ഞാനപീഠ അവാർഡ് നേടിയ വിനോദ് കുമാർ ശുക്ലയുടെ സ്വദേശം? ഛത്തീസ്ഗഡ്. 2025 ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് വേദി? അമേരിക്ക. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിച്ചത് എന്നാണ്? 2025 മെയ് 7. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്? രാജ്നാഥ് സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം? കേരളം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ? കൈരളി. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം? ഒഡീസിയസ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം? 6. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല? ആലപ്പുഴ. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? 1ാം സ്വാതന്ത്ര്യ സമരം. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? മഗധ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി? ലിട്ടൻ പ്രഭു. 1890കൾ
കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവ് ആര്? കാദംബനി ഗാംഗുലി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാർച്ച പ്രവാസ എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആര്? വിഷ്ണുഭട്ട് ഗോഡ്സെ. അക്ബർ ചക്രവർത്തി ഏർപ്പെടുത്തിയ സൈനിക സഹായ വ്യവസ്ഥ? മൻസബ്ദാരി. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവ്? രാജ ചോളൻ. കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 ജൂലൈ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട്? സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം 77. മാലിദ്വീപിന്റെ 2025 സ്വാതന്ത്ര്യ ദിനത്തിൽ വിശിഷ്ടാതിഥി? നരേന്ദ്രമോദി. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം? അബുദാബി. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം? ദിവ്യ ദേശ്മുഖ്.